കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് ദൈവപിതാവ് ആകർഷിച്ച് ഈ സമയം ഈ ആലയത്തിൽ ഒരുമിച്ച് നമ്മളെ കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാമധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ആരാധന മണിക്കൂറിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ ആയിരിക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ആരെല്ലാം ആഗ്രഹിച്ച് ദാഹിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം വലിയ വലിയ കൃപകൾ ഈ ആരാധനയിലൂടെ ലഭിക്കും. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. നമ്മുടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അത് സെക്കൻഡറി ആയി കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള വലിയ സാക്ഷ്യജീവിതം നയിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന മണിക്കൂറിൽ നമുക്കായിരിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആരെല്ലാം ഈ ഉടമ്പടി ധ്യാനത്തിൽ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള വചനങ്ങൾ, അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. സാന്നിധ്യം പ്രകടമാക്കണമെന്ന് ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നു അങ്ങയുടെ സന്നിധിയായ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും യേശുവേ, സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതി
പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നവനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായ ദൈവമേ, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ ഈ നിമിഷം ഒരുക്കണമേ. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവ്, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ദൈവതിരുകുമാരന്റെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് സന്തോഷത്തോടും സ്തുതികൾ നിറഞ്ഞുകൊണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. നമുക്ക് ഒരുമിച്ച് പാടാം. യേശുവിൻ ബലിയുടെ അഭിഷേകം, തിരുമാംസനിടം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 യേശുവിൻ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കർത്താവേ ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് അഭിഷേകം നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് സാന്നിധ്യം നൽകുന്ന ദൈവമേ, അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ തണലിലായിരിക്കുന്ന ഞങ്ങൾക്ക് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ദൈവാനുഭവം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ചുകൊണ്ട് സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരിമലയിൽ കുരിശിലെ അഭിഷേകം. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരിമലയിൽ കുരിശിലെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൽ തീരത്തെ അഭിഷേകം. എമ്മാവൂസിൽ കുർബാന അഭിഷേകം, തിബേരിയാസിൽ തീരത്തെ അഭിഷേകം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം അഭിഷേകം യേശു ബലിയുടെ അഭിഷേകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം നൽകണമേ, ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് ആവശ്യമായ അഭിഷേകവും കൃപയും കൊണ്ട് നിറയ്ക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകത്തിൽ നിറയുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കായി നൽകിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കായി നൽകിയൊരഭിഷേകം. കുർബാനയഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം, അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ യോഗങ്ങള് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിര സാക്ഷികളാക്കി പ്രാർത്ഥിക്കുന്നു.
കൈയടിച്ചുകൊണ്ട് പാടാം. ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുവാസനീണം പകരുന്നു സാത്താൻ തകർത്തു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെക്കുക. ഈ നിമിഷം ഞാൻ സുഖപ്പെടും. കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ എന്നെ സുഖപ്പെടുത്തും. ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക, രക്തസ്രാവക്കാരി രോഗി അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പാണ്. ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കർത്താവിന്റെ തിരുമുറുപാർന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം അടിപ്പടൽ പോലെ വൈദാഖാലം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളകാലം വരെ പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള് തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗികളും സുഖപ്പെട്ടുകൊണ്ട് യേശുവേ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ വരേണമേ എന്നിൽ നിറയണമേ വരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ കൈകളെടുക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക. എൻ്റെ പ്രിയമകനെ പ്രിയമകളെ, കർത്താവാണ് നിന്നെ കൊണ്ടുവന്നത് നീ ഓർക്കണം. ഈ അൾത്താരയിലിൻ്റെ വാതിക്കൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ജോലി, വീട്, വിവാഹം, വഴി, വെള്ളം, വെളിച്ചം, നിന്റെ വിസ, നിന്റെ നാട്ടിലെ ജോലി, സാമ്പത്തിക തടസ്സങ്ങൾ, ജപ്തി നടപടികൾ,
ശരീര അസുഖങ്ങൾ, സ്ഥലം വിൽക്കാനുള്ളവര്, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ, ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ, വന്ന തടസ്സങ്ങൾ, എൻ്റെ കേസുകൾ, കോടതി കേസുകൾ, നിന്റെ തകർന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവേ വന്ന് സാക്ഷ്യം പറയാൻ, നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ വിരുദ്ധമായ നാമത്തെ സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ ഇതിനെ വിശുദ്ധമായ രക്തം തളിക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ ജീവിത ദുരിതങ്ങളെയും തടസ്സങ്ങളെയും നീ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക, കൈകൾക്ക് വെപ്പേ കർത്താവിനെ നോക്കി മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ സ്വന്തമാക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിത വിഷയങ്ങളെക്കാളും ഉപരി ഈശോയെ, നിന്റെ തിരുമനസ് എല്ലായ്പ്പോഴും നിറവേറുവാൻ, അങ്ങനെ എപ്പോഴും നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊളോസ്യൻസ് 3:9 തിരുവചനം അനുസരിച്ച് ഞങ്ങളിലുള്ള പഴയ തിന്മകളെ, പഴയ വ്യക്തിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ ദൈവിക പുണ്യങ്ങളും അനുദിനം അഭ്യസിക്കുവാൻ ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച്
നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ